യേശുവിൻ്റെ രക്തത്താജ്യം, യേശുവിൻ്റെ രക്തത്താജ്യം. ഹല്ലേലൂയാ, ഗ്ലോറി ടു ഗോഡ്. യേശുവിൻ്റെ രക്തത്താജ്യം, യേശുവിൻ്റെ രക്തത്താജ്യം, യേശുവിൻ്റെ രക്തത്താജ്യം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്ധ്യാസമയത്തെ ദൈവപാദപീഠത്തിൽ കടന്നു വരുവാൻ നമുക്ക് ഏവർക്കും ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സംഭവബഹുലമായ ഒരു പകൽക്കാലം നമ്മെ വിട്ട് കടന്നു പോയപ്പോൾ അനർത്ഥങ്ങൾ, ആപത്തുകൾ, അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാമായിരുന്നു. അവയിൽ നിന്നെല്ലാം വിടുവിച്ച്, രോഗദുഃഖാദികളിൽ നിന്ന് വിടുവിച്ച് നല്ല സന്ധ്യയുടെ യാമത്തിൽ ഹല്ലേലൂയ ദൈവത്തെ ഹല്ലേലൂയ നമ്മെ സൂക്ഷിച്ച ഹല്ലേലൂയ വിധങ്ങളെ ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവൻ, ആപത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ, കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവൻ, ഭാരങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവൻ. ഹല്ലേലൂയ. ആ കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഈ സന്ധ്യയുടെ യാമത്തിൽ നമ്മെ തന്നെ ദൈവപാദപീഠത്തിലേക്ക് ഏൽപ്പിക്കാം. ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലി പേജിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അവസരം ഒരുക്കി തന്ന കർത്തദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ പേജിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലൂടെ ദൈവനാമ മഹത്വം എടുക്കുവാൻ, അനേകരെ വിടുതലിന് കാരണമായി തീരുവാൻ, അനേകരെ രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ ദൈവം ഹല്ലേലൂയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല ഹല്ലേലൂയ സന്ധ്യയുടെ യാമത്തിൽ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ, സ്വർഗത്തിലെ ദൈവമേ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അങ്ങ് തന്ന നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ പേജിലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി തീരണം കർത്താവേ. അനേകർക്ക് വിടുതലാകുവാൻ, അനുഗ്രഹമാകുവാൻ, ഹല്ലേലൂയ ദൈവപ്രവൃത്തിയാകുവാൻ കൃപചുമാറാകണം. നിന്റെ ദാസിയെയും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കണം. കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ അഡ്മിൻസിനെ, അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്ധ്യാസമയത്ത് വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരണം. അങ്ങയുടെ ഹിതപ്രകാരം സംസാരിക്കേണ്ടവണ്ണം വചനം സംസാരിപ്പാനുള്ള കൃപ നൽകണം. തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ. കേൾക്കുന്നവർക്ക് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തരണം. ദൈവപ്രവൃത്തി കാരണമായി തരണം. സമ്പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ശുശ്രൂഷ ഏൽപ്പിക്കുന്ന തുടക്കം മുതൽ അവസാനം വരെയും ദൈവ സാന്നിധ്യത്താൽ നിറയ്ക്കണം. എല്ലാ തടസ്സങ്ങളും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. നെറ്റ്വർക്കിൻ്റെയോ ലൈറ്റിൻ്റെയോ യാതൊരുമാന പ്രോബ്ലം ഉണ്ടാകാതെ വേണം അവിടുന്ന് ഹല്ലേലൂയ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ മറയ്ക്കുന്നു. പ്രാർത്ഥനയുടെ കാലം സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അവസരമൊരുക്കി തന്ന കർത്തദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്തദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ ഹല്ലേലൂയ സഹോദരങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നല്ലൊരു രാത്രികാലം കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സഹായിച്ചു. ഹല്ലേലൂയ. ഈ സമയം കാണാതെ വണ്ണം അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, അനേകർ വിവിധമാകുന്ന പ്രശ്നങ്ങളിലെ, പ്രയാസങ്ങളിലെ, പ്രതികൂലങ്ങളെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ദൈവം ഈ സന്ധ്യയുടെ യാമം ദാനമായി തന്നപ്പോൾ എങ്ങനെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതെ ഇരിക്കുവാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെപ്പറ്റി ദൈവത്തിന് പദ്ധതികളും പ്ലാനുകളും ഉള്ളത് കൊണ്ടാണ് ഓരോ ദിവസവും ഹല്ലേലൂയ ദൈവം നമുക്ക് ദാനമായി തരുന്നത്. അനേകർ ആഗ്രഹിച്ചിട്ട് പോലും ലഭിക്കാത്തതായ ഈ അവസരം ദൈവം നമുക്ക് ദാനമായി തരുമ്പോൾ ഹല്ലേലൂയ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ ഓർത്ത്, നമ്മെ കരുതുന്ന ദൈവത്തെ ഓർത്ത് ഹല്ലേലൂയ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യണം. ഒരു പിതാവ് തിരക്കേറിയ റോഡിലൂടെ തൻ്റെ കുഞ്ഞിനെ കരങ്ങൾ പിടിച്ച് എപ്രകാരം വഴി നടത്തുന്നു, അപ്രകാരം ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ അനർത്ഥങ്ങൾ കാണാതെ വണ്ണം ഹല്ലേലൂയ ഹല്ലേലൂയ വഴി നടത്തുന്ന ആ ദൈവകൃപയെ ഓർത്താൽ എങ്ങനെ നന്ദി കരയേറ്റാതിരിക്കുവാൻ കഴിയും?
കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. രാത്രികാല നമ്മെ തന്നെ ദൈവപാദപീഠത്തിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവം ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ നന്ദിയോടെ നാം നന്ദി കരേറ്റിക്കൊണ്ട് ഓരോ ദിവസവും നാം ജീവിക്കുന്നവരായി തീരണം. നമുക്ക് ദൈവവചനത്തിലേക്ക് കടന്നു വരാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാം വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തര ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. വചനം ഇപ്രകാരമാണ് പറയുന്നത്: നാമോ നമ്മെ സ്നേഹിച്ചവൻ നിമിത്തം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ഹല്ലേലൂയ. റോമയുള്ള ദൈവജനത്തിനു വേണ്ടി, വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ട് എഴുതിയ ലേഖനമാണ്. ഈ ലേഖനത്തെ നമുക്കെല്ലാവർക്കും നന്നായിട്ടറിയാം. ഹല്ലേലൂയ. ഈ ലേഖനത്തിൽ ഹല്ലേലൂയ ദൈവസ്നേഹം നന്നായി രുചിച്ചറിഞ്ഞ, ദൈവസ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും രുചിച്ചറിഞ്ഞിട്ട് ഹല്ലേലൂയ പൗലോസ് ഇപ്രകാരം എഴുതുകയാണ്: നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം സകലത്തിലും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഏത് വിഷയത്തിലാണ്? 35-ാം വാക്യത്തിൽ നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിടിക്കുന്നത് ആർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലാണോ? ഹല്ലേലൂയ. മറ്റുള്ള സ്നേഹത്തെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിച്ചിരിക്കും. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ നന്നായി രുചിച്ചറിഞ്ഞതാണ്, ദൈവത്തെ നന്നായി രുചിച്ചറിഞ്ഞതാണ് ദൈവ സ്നേഹം എന്തെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചതിൻ്റെ ഫലം കൊണ്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ. എപ്രകാരമാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖന 8-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടോ അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിനെ നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. എപ്രകാരമാണ്? ഹല്ലേലൂയ. സ്വർഗീയ മഹിമകളെ വിട്ട് സ്വർഗത്തിലെ സകല ആത്മീയ ഹല്ലേലൂയ അനുഗ്രഹങ്ങളാൽ നമ്മെ ഈ ഭൂമിയിൽ നിറച്ച് ഹല്ലേലൂയ നമുക്ക് വേണ്ടി സകലതും നൽകി തന്ന കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നാം ഓരോരുത്തരും സമ്പന്നർ ആകേണ്ടതിനെ നിങ്ങൾ നിമിത്തം, നാം നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നാം അറിയണം, യേശു ക്രിസ്തു സകല അനുഗ്രഹത്താലും ഐശ്വര്യത്താലും വിഭവത്താലും നിറഞ്ഞ് സ്വർഗീയ മഹിമകളോടൊപ്പം പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന ആ കർത്താവ് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. എന്തിനെ? നാം ഏത് മേഖലയിലാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നത് അവിടെ നമ്മെ സമ്പന്നരാക്കുവാൻ നോക്കണമേ. കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം ഈ ലോകത്തിൽ ആറിപ്രകാരം ചെയ്യും. ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹനിമിത്തമാണ്. ഹല്ലേലൂയ. എൻ്റെ മക്കൾ ഒന്നിനും കുറവുണ്ടാകരുത്, എൻ്റെ മക്കൾക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകരുത്, എല്ലാ നന്മകളാലും നിറഞ്ഞവരായി തീർന്ന സകല അനുഗ്രഹങ്ങളാലും സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അനുഗ്രഹങ്ങളാലും നിറയപ്പെട്ടവരായി തീരണം എന്ന ഏക ഉദ്ദേശത്താൽ യേശു കർത്താവ് നാം ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ദാരിദ്ര്യനായി തീർന്നു നമ്മെ സമ്പന്നരാക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ സ്നേഹം നോക്കണമേ, നമ്മെ എല്ലാ മേഖലകളിലും സമ്പന്നരാക്കുവാൻ. അങ്ങനെ നമ്മെ സമ്പന്നരാക്കുവാൻ ദരിദ്രനായി ഈ ലോകത്തിലേക്ക് യേശു കർത്താവ് കടന്നു വന്നു. എങ്കിൽ ഹല്ലേലൂയ നാം എപ്രകാരമാണ് നമുക്ക് വേണ്ടിയിട്ട് ഇപ്രകാരം ദരിദ്രനായി കടന്നു വന്ന യേശു കർത്താവിനെ നാം സ്നേഹിക്കുന്നത്? ഹല്ലേലൂയ. അത് മാത്രമാണോ നാം അനുഭവിക്കുന്നത്?
അനുഭവിക്കേണ്ട പാപശിക്ഷ നമുക്ക് വേണ്ടി യേശു കർത്താവ് കാൽവറിയിൽ ഹല്ലേലൂയ ഏറ്റുകൊണ്ട് ഹല്ലേലൂയ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് നമ്മെ സ്നേഹിച്ച് ആ സ്നേഹം ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ മനുഷ്യർ ഈ ലോകത്തിൽ ഹല്ലേലൂയ ആർക്കും ചെയ്യുവാൻ കഴിയാത്തതിനേക്കാൾ അപ്പുറമായാണ് യേശു കർത്താവ് പ്രിയമുള്ളവരെ നിങ്ങൾക്കും എനിക്കും വേണ്ടി ചെയ്തത്. ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ എങ്ങനെ നാം മൗനമായിരിക്കും? സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നാമോ നമ്മെ സ്നേഹിച്ചവൻ നിമിത്തം ഹല്ലേലൂയ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം സകലത്തിലും പൂർണ്ണ ജയം പ്രാപിക്കണം. ഹല്ലേലൂയ. സ്നേഹിച്ച കർത്താവിൻ്റെ സ്നേഹമോർത്താൽ ഹല്ലേലൂയ ഈ ലോകത്തിലെ കഷ്ടം നാം സാരമില്ല എന്നെണ്ണണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മെ സ്നേഹിക്കുന്ന കർത്താവിന് ഹല്ലേലൂയ നാം സ്നേഹിക്കുമ്പോൾ കർത്താവ് ഹല്ലേലൂയ അനുഭവിച്ചതായ കഷ്ടതയുടെ പാതയിലൂടെ കടന്നു പോകുമ്പോഴും അത് നിസ്സാരമായി നാം കരുതും. അത് ചവറെന്നും കരുതുവാനിടയായി തീരും. സ്തോത്രം ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നരുളി ചെയ്ത ആ കർത്താവിൻ്റെ സ്നേഹം ഹല്ലേലൂയ ഓർക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് വേറൊന്നും കഴിയുകയില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിലെ സ്നേഹബന്ധങ്ങളെക്കാൾ ഉപരിയായി നാം യേശു കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രമേ ആ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. നാം നമ്മേക്കാൾ ഉപരിയായി, നമുക്കുള്ളതിനേക്കാൾ ഉപരിയായി, നമ്മെ സ്നേഹിക്കുന്നവരെക്കാൾ ഉപരിയായി ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ. സകലത്തെക്കാൾ ഉപരിയായി ഹല്ലേലൂയ ഇന്ന് നാം കഷ്ടതയിലായിരിക്കുന്നു, ഹല്ലേലൂയ ബുദ്ധിമുട്ടിലെ പ്രതികൂല സാഹചര്യങ്ങളായിരിക്കുന്നുവെങ്കിലും ഹല്ലേലൂയ എല്ലാത്തിനേക്കാൾ ഉപരിയായി ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തേക്കാൾ ഉപരിയായി നമ്മോടൊപ്പം ഹല്ലേലൂയ നാം ഹല്ലേലൂയ എന്തിനേക്ക് കൂടുതലായി കരുതുന്നുവോ, എന്തിനേക്ക് കൂടുതലായി സ്നേഹിക്കുന്നുവോ, അതിനേക്കാൾ ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുമ്പോൾ ഹല്ലേലൂയ സകലതും ഇന്നനുഭവിക്കുന്ന കഷ്ടത, ഇന്നനുഭവിക്കുന്ന പ്രയാസ, ഇന്നനുഭവിക്കുന്ന പ്രതികൂല, ഇന്നനുഭവിക്കുന്ന ഞെരുക്ക്, ഇന്നനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഇന്നനുഭവിക്കുന്ന ഹല്ലേലൂയ കടഭാര, അങ്ങനെ സകലത നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക തന്നെ ചെയ്യും. സ്തോത്രം ഹല്ലേലൂയ. ഈ ലോകത്തിൽ നാം നന്മ പ്രാപിക്കുന്നതോടൊപ്പം തന്നെ നിത്യതയിൽ ഹല്ലേലൂയ യേശു കർത്താവിനോടൊപ്പം യുഗയുഗാനമായി നമുക്ക് വസിപ്പാനിടയായി തീരും. സ്തോത്രം ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നു യേശു കർത്താവിനോട് ഒപ്പം നമുക്കായിരിക്കണമെന്ന്, യേശു കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കണമെന്ന്. യേശു കർത്താവ് നമ്മെ സ്നേഹിച്ചപ്പോൾ നാം ഹല്ലേലൂയ അതിനേക്കാൾ ഉപരിയായി, സകലത്തേക്കാൾ ഉപരിയായി യേശു കർത്താവിനെ സ്നേഹിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. യേശു കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരുത്തൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന പ്രകാരം നൽകി തരുവാൻ അവൻ സർവശക്തനാണ്. സ്തോത്രം. സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. ലോകത്തിൽ ഈ ലോകത്തിൽ തന്നെ നോക്കിയേ, നാം ആർക്കൊക്കെ സ്നേഹം കൊടുക്കുന്നു അവരൊക്കെ സ്നേഹം തിരിച്ചു തന്നിരിക്കും. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ നാം ഹല്ലേലൂയ സ്നേഹം കൊടുക്കാതെ ഇരിക്കുമ്പോൾ അവർ നമ്മിൽ നിന്ന് അകന്നു പോകുന്നതായി കാണുന്നുണ്ട്. പലപ്പോഴും നാം സ്നേഹിക്കുന്നവർ നമ്മെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്രകാരമുള്ള ജീവിത അനുഭവങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ മനുഷ്യർ ഇപ്രകാരം ഞാൻ സ്നേഹിച്ചവൻ എന്നോട് ഇപ്രകാരം പെരുമാറിയല്ലോ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ മുറിപ്പ്, ഹല്ലേലൂയ മനസ്സിൽ വേദനകൾ ഉളവാകുന്നു. ഹല്ലേലൂയ ഈ ലോകത്തിൽ മനുഷ്യരുടെ സ്നേഹം ഇപ്രകാരമാണ്. എന്നാൽ ഹല്ലേലൂയ യേശു കർത്താവ് ഹല്ലേലൂയ വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ, അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ കർത്താവ്. ആ സ്നേഹ ഹല്ലേലൂയത്തിന് ഹല്ലേലൂയ കളങ്കമില്ല. യേശു കർത്താവ് പറഞ്ഞ വാക്കിന് മാറ്റമില്ല. ഹല്ലേലൂയ. അത് ഊവേ ഊവേ എന്നും ഇല്ല ഇല്ല എന്നുമാകുന്നു.
സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് ഹല്ലേലൂയ മാറ്റമില്ലാത്തവനാകിയാൽ, നമുക്ക് വേണ്ടി തൻ്റെ ചങ്കിലെ ചോര ഊറ്റിത്തന്നവനാകിയാൽ, കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി കൈ കാലുകളിൽ ആണികൾ തറയ്ക്കപ്പെട്ട് ഹല്ലേലൂയ കാൽവറിയിൽ ഹല്ലേലൂയ യാഗമായി ഹല്ലേലൂയ മരണം കൊണ്ട് അവസാനിക്കാതെ ഹല്ലേലൂയ പുനരുത്ഥാനം പ്രാപിച്ച് ഇന്നും പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ, ദുഷ്ടൻ കാണരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോട് ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ നാം എപ്രകാരമാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സകലത്തിൽ പൂർണ്ണ ജയം തരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ പൂർണ്ണ ജയം പ്രാപിക്കണമോ? ഹല്ലേലൂയ. ഇന്ന് ഏതെല്ലാം മേഖലകൾ തോറ്റിരിക്കുന്നുവോ, ഏതെല്ലാം വിഷയങ്ങളിൽ പരാജയപ്പെട്ടിരിക്കുന്നുവോ, ഏതെല്ലാം വിഷയങ്ങളിൽ മുന്നേറുവാൻ കഴിയാതെ ഇരിക്കുന്നുവോ, ആ വിഷയങ്ങളിൽ ഒരു ജയം പ്രാപിക്കണമോ? ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് വചനം പറയുമ്പോൾ നാം ദൈവത്തെ ആഴമായി സ്നേഹിക്കുക, നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകും. സ്തോത്രം. നിശ്ചയമായും നിശ്ചയമായും ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകും. നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിക്കേണ്ടവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ മാത്രമേ പരിഹാരമുണ്ടാകുകയുള്ളൂ. പലപ്പോഴും നാം നമ്മുടെ വിഷയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാതെ സ്വയം ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. ഹല്ലേലൂയ. സ്വയം ചുമന്നുകൊണ്ട് ഹല്ലേലൂയ ഈ വേദന എന്ന് മാറ്, ഈ കഷ്ടം എന്ന് മാറ്, ഈ കണ്ണുനീർ എന്ന് മാറ്, ഈ ഞെരുക്കം എന്ന് മാറുമെന്ന് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് സ്വയം ചുമക്കുന്നവരായി തീരുന്നുവോ, അവിടെ വിഷയത്തിന് പരിഹാരമുണ്ടാകുന്നില്ല. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോട് ദൈവസന്നിധാനത്തിൽ അറിയിപ്പീൻ എന്ന് അരുളി ചെയ്ത ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിഷയത്തെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുമ്പോൾ ഹല്ലേലൂയ വലിയൊരു ദൈവപ്രവൃത്തി, വലിയൊരു ദൈവിക വിടുതൽ, ഇന്ന് വരെ അനുഭവിക്കാത്ത വലിയൊരു ദൈവിക സമാധാനത്താൽ നിറച്ചുകൊണ്ട് ഹല്ലേലൂയ ആ ശബ്ദം കാതുകളിൽ കേൾക്കുവാനിടയാക. നീ ഇനി വിഷമിക്കേണ്ട, നിന്റെ വിഷയത്തിന് മറുപടിയായി. സ്തോത്ര. അല്ലെ, നീ ഇനി ഭാരപ്പെടേണ്ട, നിനക്ക് വേണ്ടി ഞാൻ കരുതുന്നവനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭാരത്തെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് കർത്താവിനെ സ്നേഹിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ റോമർക്ക് എഴുതിയ ലേഖന അപ്പോസ്തലനായ പൗലോസ് ആണല്ലോ എഴുതിയത്. നാം വായിച്ച വാക്യവും ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ടതാണല്ലോ. പൗലോസിൻ്റെ ജീവിതാനുഭവത്തെ പറ്റി നോക്കുമ്പോൾ എല്ലാ വിധത്തിലും കഷ്ടത അനുഭവിച്ച വ്യക്തി. ഹല്ലേലൂയ. കഷ്ടത, പട്ടിണി, പരിഹാസ, ഹല്ലേലൂയ ഹല്ലേലൂയ കാരാഗ്രഹത്തിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ, എല്ലാ രീതിയിലും അനുഭവിച്ചതും എന്തിനു വേണ്ടിയിട്ടാണ്? തന്നെ കർത്താവ് സ്നേഹിച്ച് ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തന്നെ കർത്താവ് സ്നേഹിച്ച ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞപ്പോൾ ഹല്ലേലൂയ തനിക്ക് മൗനമായിരിക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ സുവിശേഷ നിമിത്തം, ദൈവവചന നിമിത്തം ഹല്ലേലൂയ അടിയേൽക്കേണ്ടി വന്നു, ശരീരം മുറിവേൽക്കേണ്ടി വന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു, കാരാഗ്രഹത്തിലേക്ക് നീക്കപ്പെടേണ്ടി വന്നു, കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകേണ്ടി വന്നു. ഒരു നോക്കുമ്പോൾ ശരീരം വേദനയാൽ ഹല്ലേലൂയ പിടയുന്ന അനുഭവം, അതോടൊപ്പം തന്നെ കാലാമത്തിലിട്ട് പൂട്ടിയിരിക്കുന്നു, ഒന്ന് നിവർന്നു നിൽക്കുവാൻ പോലും കഴിയാത്ത അനുഭവത്തിൽ പൗലോസും ശീലാസുമായിരിക്കുമ്പോഴും ഹല്ലേലൂയ ഒരർദ്ധരാത്രിയെ പ്രതീക്ഷിക്കുകയാണ്. അർദ്ധരാത്രിയാകുമ്പോൾ മറ്റുള്ളവർ കൂടെയുള്ള എല്ലാ തടവുകാരും ഉറങ്ങുമ്പോൾ ഹല്ലേലൂയ ദൈവത്തെ പാടി സ്തുതിക്കണമെന്ന ഏറിയ നിശ്ചയത്തോടെ, ഏറിയ വാഞ്ചയോടെ അർദ്ധരാത്രിക്ക് കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അർദ്ധരാത്രിയായപ്പോൾ പൗലോസും ശീലാസ ദൈവത്തെ പ്രാർത്ഥിച്ച് പാടി സ്തുതിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. സന്തോഷത്തിൻ്റെ വേളയിലല്ല അവർ ദൈവത്തെ പാടി സ്തുതിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. ശരീരം മുറിവേറ്റ അവസ്ഥ, ശരീരം വേദനപ്പെടുന്ന അവസ്ഥ, ഹല്ലേലൂയ സാഹചര്യങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, ഹല്ലേലൂയ അവർ മനുഷ്യ മുഖത്തേക്ക് നോക്കുവാനോ മനുഷ്യ സഹായത്തിനു വേണ്ടി ഹല്ലേലൂയ അപേക്ഷിക്കുവാനോ ഇടയാകാതെ പ്രതികൂല
പ്രതികൂല സാഹചര്യത്തിൽ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിൽ ഹല്ലേലൂയ അവർ ഹല്ലേലൂയ ദൈവമുഖത്തേക്ക് നോക്കുകയാണ്. കാരാഗ്രഹത്തിൻ്റെ അകത്ത് ഒരു പ്രാർത്ഥന വെളിപ്പെടുകയാണ്. കാരാഗ്രഹത്തിൻ്റെ അകത്ത് പാട്ട് വെളിപ്പെടുകയാണ്. കാരാഗ്രഹത്തിൻ്റെ അകത്ത് സ്തുതി വെളിപ്പെടുകയാണ്. ഇന്ന് വരെ നടക്കാത്ത കാര്യങ്ങൾ കാരാഗ്രഹത്തിൻ്റെ അകത്ത് ഹല്ലേലൂയ ദൈവദാസന്മാരിലൂടെ നിറവേറുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ തടവുകാർ അവിടെ ഹല്ലേലൂയ ഇരിക്കുന്ന തടവുകാർ ഇതുവരെ കേൾക്കാത്തതായ ഒരു ആരാധന, ഒരു പ്രാർത്ഥന, ഒരു പാട്ട് കേൾക്കുവാനിടയായി അവർ ശ്രദ്ധയോടെ ഹല്ലേലൂയ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇതുവരെ സംഭവിക്കാത്തതായ കാര്യങ്ങൾ കാരാഗ്രഹത്തിൽ സംഭവിക്കുവാനിടയായി. എന്താണ്? പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നു, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞുപോയി. കാരാഗ്രഹ പ്രമാണി ഉറങ്ങുന്ന കാരാഗ്രഹ പ്രമാണിയുടെ ഉറക്കത്തിൽ നിന്ന് ഉണരുവാനിടയായി തീർന്നു. സ്തോത്രം. നോക്കണമേ. ഹല്ലേലൂയ ഇന്ന് വരെ കാരാഗ്രഹത്തെ ഹല്ലേലൂയ കാരാഗ്രഹം ഹല്ലേലൂയ സാധാരണ ഒരു ബിൽഡിംഗ് പോലെയല്ല. അത് ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തമേറിയ ഹല്ലേലൂയ ഒരു ബിൽഡിംഗാണ് കാരാഗ്രഹം. പെട്ടെന്ന് ഭൂകമ്പം വന്നാൽ പൊട്ടിപ്പോകുവാൻ ചാൻസ് ഇല്ല. അപ്രകാരമുള്ള ആ ബിൽഡിംഗാണ് ഹല്ലേലൂയ. അങ്ങനെയുള്ള അവസ്ഥയിൽ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. എന്തിൻ്റെ മധ്യത്തിൽ? പ്രാർത്ഥനയുടെയും പാട്ടിൻ്റെയും സ്തുതിയുടെയും മധ്യത്തിൽ കാരാഗ്രഹത്തിൽ ഭൂകമ്പമുണ്ടാകുവാനിടയായി തീർന്നു. ഒരിക്കലും ഹല്ലേലൂയ ഉണ്ടാകാത്തതായ അനുഭവം ഒരു ആരാധനയുടെ മധ്യത്തിൽ, ഒരു പാട്ടിൻ്റെ മധ്യത്തിൽ, ഒരു പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഉണ്ടായി. ദൈവസ്നേഹത്തിൻ്റെ ആഴം നോക്കണമേ. ദൈവത്തെ സ്നേഹിക്കുന്നവർ ഹല്ലേലൂയ മുറിവേറ്റവർ, കാലാമത്തിലിട്ട് പൂട്ടപ്പെട്ടവർ ഹല്ലേലൂയ ഒരിക്കലും പുറത്തു വരുവാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിലായിരിക്കുന്ന ആ അവസ്ഥയിലും പാടി സ്തുതിച്ചപ്പോൾ ഹല്ലേലൂയ കാരാഗ്രഹത്തിൽ ഭൂകമ്പമുണ്ടായി. അതോടൊപ്പം തന്നെ അടിസ്ഥാനം കുലുങ്ങുവാനിടയായി. തുറക്കത്തില്ല എന്ന് വിധി പറഞ്ഞിരിക്കുന്ന വാതിലുകളൊക്കെയും തുറക്കുവാനിടയായി. അതോടൊപ്പം തന്നെ ചങ്ങലകൾ എല്ലാ തടവുകാരുടെ കൈകളിൽ നിന്ന് അഴിഞ്ഞു താഴെ വീഴുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ പഴി പറയാതെ നാം ദൈവത്തെ പ്രാർത്ഥിപ്പാനും പാടുവാനും സ്തുതിപ്പാനും ഹല്ലേലൂയ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ ഇന്ന് വരെ തുറക്കാത്ത വാതിലുകൾ തുറക്കുക തന്നെ ചെയ്യാം. എത്ര മുട്ടിയിട്ടും തുറക്കുന്നില്ല, എവിടെയൊക്കെ പോയിട്ടും തുറക്കുന്നില്ല, ഇനി തുറക്കുവാൻ ചാൻസ് ഇല്ല എന്ന് വിധി പറഞ്ഞ വാതിലുകൾ തുറക്കണമോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുകയും പാടുകയും സ്തുതിക്കുകയും ചെയ്താൽ മതി. പ്രതികൂല സാഹചര്യത്തെ കണ്ട് ഹല്ലേലൂയ പിറുപിറുക്കുവാനോ പിന്നോട്ട് പോകുവാനോ ഇടയാകാതെ പ്രാർത്ഥിപ്പാനും ഹല്ലേലൂയ പാടുവാനോ സ്തുതിക്കുവാനും ഇടയാകുമ്പോൾ തുറക്കത്തില്ല എന്ന് വിധി എഴുതിയ ലേബൽ എഴുതിയ വാതിലുകൾ തുറക്കുക തന്നെ ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എന്നും ബന്ധിക്കപ്പെട്ട അനുഭവം ഹല്ലേലൂയ. എന്നും ഹല്ലേലൂയ ഒന്ന് മാറി ബന്ധനങ്ങൾ, ഒന്ന് മാറി പ്രശ്നം, ഒന്ന് മാറി പ്രതികൂല, ഒന്ന് മാറി പരാജയം. ഇപ്രകാരമുള്ള അനുഭവത്തിൻ്റെ ചങ്ങലകൾ താഴെ വീഴുക തന്നെ ചെയ്യും. ശത്രു പരാജയപ്പെട്ടവനാണ്. പരാജയപ്പെട്ട ശത്രു നിൽക്കുവാൻ ഇടയാകാതെ ഹല്ലേലൂയ ദൈവപ്രവൃത്തി ഹല്ലേലൂയ വെളിപ്പെടും. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിലാണോ ആയിരിക്കുന്നത്? ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണോ ഇന്ന് നിൽക്കുന്നത്? ഹല്ലേലൂയ. ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ഭാരപ്പെടേണ്ട. സ്തുതിക്കുവാൻ തയ്യാറാകുക. ഭാരപ്പെടേണ്ട. അതിൻ്റെ മധ്യത്തിൽ ഹല്ലേലൂയ പാടുവാൻ തയ്യാറാകുക. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അനുഭവമാണോ? ഹല്ലേലൂയ. ഇനി ഈ കൈ കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, ബന്ധനമാണ് എന്ന് പറഞ്ഞിരിക്കുന്നുവോ? ഹല്ലേലൂയ. അതിൻ്റെ മധ്യത്തിൽ ബന്ധിക്കപ്പെട്ടു, ഇനി എനിക്ക് എൻ്റെ കൈ കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയില്ല, എനിക്കിനി മുന്നേറുവാൻ കഴിയുകയില്ല, എൻ്റെ ബന്ധിക്കപ്പെട്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ പ്രാർത്ഥിക്കുവാൻ, പാടുവാൻ, സ്തുതിക്കുവാൻ തയ്യാറാകുക.
മാറുക. ബന്ധനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അഴിഞ്ഞു വീഴും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിക്കുക. നാമോ നമ്മെ സ്നേഹിച്ചവൻ നിമിത്തം ഹല്ലേലൂയ സകലത്തിലും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പ്രിയമുള്ളവരെ, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി സകലതും നിറവേറ്റി തന്ന കർത്താവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ കർത്താവ് നമ്മെ സ്നേഹിച്ചതിനാൽ നാം കർത്താവിന് പകരം സ്നേഹിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക്കായി വഴിമാറും. ഹല്ലേലൂയ ചെങ്കടൽ എപ്രകാരം രണ്ടായി ഹല്ലേലൂയ ചെങ്കടലിലെ വെള്ളം രണ്ടായി നിന്നുവോ അതുപോലെ പ്രശ്നങ്ങൾ വഴിമാറുക തന്നെ ചെയ്യും. പ്രശ്നങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകത്തക്ക നിലയുള്ള വഴി ഒരുക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ. കാരാഗൃഹത്തിൻ്റെ അവസ്ഥയാകട്ടെ, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയാകട്ടെ, ഹല്ലേലൂയ കതകുകൾ ഹല്ലേലൂയ ഒരിക്കലും തുറക്കുകയില്ല എന്ന് പറഞ്ഞ് അടഞ്ഞതാകട്ടെ, അടഞ്ഞ വാതിലുകളെ തുറക്കുവാൻ കഴിവുള്ളവൻ ഹല്ലേലൂയ നമുക്കായി ഹല്ലേലൂയ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്ര. ഏതെല്ലാം മേഖലകളാണ് പരാജയം സംഭവിച്ചിരിക്കുന്നത് അവിടെ ജയമാക്കി തീർക്കുവാൻ കഴിവുള്ളവനെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവ പൈതലേ, അസാധാരണമായ സാമർഥ്യത്താൽ അസാധാരണമായ ശക്തിയാൽ നിറയ്ക്കുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ ദൈവം സാധാരണ ദൈവമല്ല. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ശക്തിയുടെ വലിപ്പം നാം അറിയുമ്പോൾ ആ ശക്തിയാൽ നാമം നിറയപ്പെടും. ഹല്ലേലൂയ. ആൾ മാറിയവരെ പോലെ ആയിത്തീരും. എത്ര പേർ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നു? ഹല്ലേലൂയ. സാഹചര്യം എന്തുമാകട്ടെ, കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയോ വേദനിപ്പിക്കുന്ന അവസ്ഥയോ മുറിവേറ്റ അവസ്ഥയോ എന്തു തന്നെയായാലും ഹല്ലേലൂയ ദൈവ സ്നേഹത്തെ അനുഭവിച്ച ഒരു വ്യക്തിയാണോ മൗനമായിരിക്കുവാൻ ഇടയാകാതവണ്ണം ഹല്ലേലൂയ ആ അവസ്ഥയുടെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിയുടെ മധ്യത്തിൽ ഹല്ലേലൂയ എരിഹോ പോലെയുള്ള മതിലുകൾ താഴെ വീഴുക തന്നെ ചെയ്യും. എത്ര പേർ സ്തുതിക്കുവാൻ തയ്യാറാകും? ഹല്ലേലൂയ. നിരാശകളെ ഒന്ന് മാറ്റിയാക്കാം. ഹല്ലേലൂയ. നിരാശകൾക്ക് ഇനി സ്ഥാനമില്ല. നിരാശകളെ ടാറ്റ പറഞ്ഞ് ഹല്ലേലൂയ വിട്ടുകളക. ഹല്ലേലൂയ. ചിന്തകൾക്ക് ഇനി സ്ഥാനമില്ലാതെ ചിന്തകൾക്ക് ബൈ പറഞ്ഞ് വിട്ടുകളയുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഏതെല്ലാം വിഷയത്തിൽ ഭാരപ്പെടുന്നോ ആ ഭാരത്തെ നീക്കിത്തരുവാൻ കഴിവുള്ള ഹല്ലേലൂയ ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. ഹല്ലേലൂയ. നമ്മുടെ സമാധാനത്തിന് വേണ്ടി മാനസികമായി തകർന്ന വ്യക്തികൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയാണ് കർത്താവ് ക്രൂശിന്മേൽ കയറിയത്. ഹല്ലേലൂയ. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. ഹല്ലേലൂയ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു. സ്തോത്ര. ഒരു വ്യക്തിക്ക് ജയം ഹല്ലേലൂയ 4 മേഖലകൾ ആവശ്യമാണ്. ഒന്ന് ശാരീരികമായി, എന്നും ബുദ്ധിമുട്ട്, ഒന്ന് മാറി രോഗം എന്ന് പറയുന്നുവോ ഒന്ന് ജയം പ്രാപിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തെ ഒന്ന് സ്നേഹിക്കുവാൻ തയ്യാറാകുമോ? അവൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ നാം സ്വീകരിച്ചുകൊണ്ട് ആത്മാവിനെ നാം ഹല്ലേലൂയ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. എപ്രകാരം ഹല്ലേലൂയ ഹല്ലേലൂയ വേണ്ട എന്ന് പറഞ്ഞ് നാം കടയിൽ സാധനം മേടിക്കാൻ പോകുമ്പോൾ നമുക്കിഷ്ടമില്ലാത്ത സാധനമാണോ അത് മേടിക്കാതെ ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾക്ക് ഇനി എൻ്റെ ശരീരത്തിൽ സ്ഥാനമില്ല, എനിക്ക് ഇതിനെ വേണ്ട എന്ന് പറഞ്ഞ് അതിനോട് കൽപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ അടിപ്പിണരുകളാലുള്ള സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുവെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വന്നിരിക്കും. വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ അത് പ്രഖ്യാപിക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. പല ഹല്ലേലൂയ രോഗാത്മാക്കളുടെ ഹാൽ ബാധിക്കപ്പെട്ടവരായി ഒന്ന് മാറി രോഗമായി ഹല്ലേലൂയ കിട്ടുന്ന ഹല്ലേലൂയ സമ്പത്തെല്ലാം ഹല്ലേലൂയ ഹോസ്പിറ്റലുകളിൽ ചെലവഴിച്ച് ഭാരപ്പെടുന്ന വ്യക്തിയാണോ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്താൽ നിറയുക.
ഹല്ലേലൂയ. മാനസികമായി തകർന്നിരിക്കുന്നു. ഇന്നൊരു ആന്തരിക സൗഖ്യം ആവശ്യമല്ലേ? ശരീരത്തിനെ, പ്രാണനെ, ആത്മാവിനെ സമ്പൂർണമായി ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ തയ്യാറാകുമ്പോൾ, ദൈവപാദപീഠത്തിലേക്ക് അടുക്കുവാൻ തയ്യാറാകുമ്പോൾ, ഹല്ലേലൂയ, മാനസികമായി നിങ്ങളുടെ സമാധാനത്തിനായ ശിക്ഷ ദൈവം ഏറ്റെടുത്തുകൊണ്ട്, ഹല്ലേലൂയ, നിങ്ങൾക്ക് സമാധാനം തന്നിരിക്കുന്നു. യേശു കർത്താവ് സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ഹല്ലേലൂയ. അത്ഭുത മന്ത്രി, വീരനാം ദൈവ നിത്യപിതാവ്, സമാധാന പ്രഭു. ആ സമാധാന പ്രഭുവിനെ ഉള്ളിലേക്കാക്കുവാൻ, ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ആ സമാധാന പ്രഭുവായിട്ടുള്ള കർത്താവിനോടൊപ്പം വസിക്കുവാൻ തയ്യാറാകുമ്പോൾ, ഹല്ലേലൂയ, ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത സമാധാനത്താൽ നിറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, മുന്നേറുവാനിടയായി തീരും. ഇന്ന് വരെ സമാധാനമില്ലാത്ത അവസ്ഥയാണോ? ഹല്ലേലൂയ, പ്രശ്നങ്ങളാൽ നീറി പുകയുന്ന അവസ്ഥയാണോ? ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ഹല്ലേലൂയ, സകലത്തിലും പൂർണ്ണ ജയം തന്നിരിക്കും. ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ ശരീരത്തിന്മേലും പ്രാണനിന്മേലും ആത്മാവിന്മേലും ജയം തരുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. നമ്മെ നിയന്ത്രിക്കുന്ന പൈശാചിക ശക്തികളിൽ നിന്ന് ജയം തരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നമ്മെ നിയന്ത്രിക്കുന്ന രോഗബന്ധനങ്ങളിൽ നിന്ന് ജയം തരുവാൻ ഹല്ലേലൂയ ദൈവം ശക്തനാണ്. നമ്മുടെ മനസ്സിൽ ചിന്തകൾ, വിചാരങ്ങളിട്ട് ഇങ്ങനെ പോരാടുമ്പോൾ ആ പോരാട്ടത്തിൽ നിന്ന്, ഇമോഷനിൽ നിന്ന്, വികാരങ്ങളിൽ നിന്ന് ജയം തരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. എന്തെല്ലാം ആന്തരിക മുറിവുകൾ ഹല്ലേലൂയ ഹൃദയത്തിൻ്റെ അകത്തുണ്ടോ, മനസ്സിൻ്റെ അകത്തുണ്ടോ, അതിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ശക്തനാണ്. ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി സ്നേഹിച്ച ആ സ്നേഹത്തെ എപ്രകാരം നാം തള്ളിക്കളയും? തള്ളിക്കളയരുത് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. തള്ളിക്കളയരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കും. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ ഐശ്വര്യമായി ജീവിക്കത്തക്ക നിലയിലേക്ക് നമ്മെ ഷിഫ്റ്റ് ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഒരു ചേഞ്ച് ആവശ്യമാണോ? ഒരു ഷിഫ്റ്റിംഗ് ആവശ്യമാണോ? ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ച ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ശാരീരികമായും മാനസികമായും ആത്മീയമായും സകല മേഖലകളിൽ നമ്മെ സമ്പന്നരാക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ദരിദ്രനായി കടന്നു വന്നത്. ഹല്ലേലൂയ. ദരിദ്രനായി കടന്നു വന്നത് എൻ്റെ കുഞ്ഞുങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുവാനല്ലോ, എൻ്റെ മക്കൾ ദരിദ്രരാകരുത്, അവർ എല്ലാ മേഖലയിലും സമ്പന്നരാകണം. സ്തോത്രം. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ 1 യോഹന്നാൻ 4 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചു മരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവല്ലോ. ഹല്ലേലൂയ. നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. നാം കർത്താവിനെ സ്നേഹിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ കടന്നു വന്നിരിക്കുന്നു. കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ കടന്നു വന്നുവെന്ന് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നിങ്ങളുടെ അകത്തുള്ളത്. ഹല്ലേലൂയ. ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളുടെ അകത്തുള്ളപ്പോൾ എങ്ങനെ ഹല്ലേലൂയ നിരാശയുണ്ടാകും? ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായവൻ നിങ്ങളുടെ അകത്തുള്ളപ്പോൾ എങ്ങനെ നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നവരാകും? സ്തോത്ര. ഹല്ലേലൂയ. ആരെ ജയിക്കണ? ലോകത്തെ ജയിക്കണ, പിശാചിനെ ജയിക്കണ, നമ്മുടെ ജഡത്തെ ജയിക്കണ. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ മനസ്സിനെ നാം ജയിക്കുന്നവരായി തീരണം. സ്തോത്ര. ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളുടെ ഉള്ളിലുള്ളപ്പോൾ ഹല്ലേലൂയ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സകലത്തെയും ജയിച്ചവനാണ്. സകലത്തെയും ജയിച്ചവൻ അകത്ത് വരുമ്പോൾ നാമും സകലത്തെയും ജയിച്ചവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിലുള്ളവർ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. ഇത് നാം തിരിച്ചറിയണം. നമ്മുടെ അകത്തുള്ള കർത്താവ് ഹല്ലേലൂയ എപ്രകാരമാണ്? ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മുടെ അകത്തിരിക്കുമ്പോൾ നാം ലോകസ്നേഹത്തിന് വേണ്ടി പോകാതെ ദൈവസ്നേഹത്താൽ നിറയപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 1 യോഹന്നാൻ 5 അധ്യായം അതിൻ്റെ 4 വാക്യത്തിൽ പ്രകാരം പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഹല്ലേലൂയ. ലോകത്തെ ജയിക്കുവാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവരൊക്കെയും ആരെ ജയിച്ചിരിക്കുന്നു? ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ അഴുക്കുകളിൽ നിന്ന്, ലോകത്തിൻ്റെ സകല കളങ്കങ്ങളിൽ നിന്ന്, ഹല്ലേലൂയ, ലോകത്തിൻ്റെ അശുദ്ധിയിൽ നിന്ന്, ലോകപരമായ ഇമ്പങ്ങളിൽ നിന്ന്, മോഹങ്ങളിൽ നിന്ന് നാം
ജയിച്ചവരായി തീരണം. ഹല്ലേലൂയ. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഹല്ലേലൂയ. നാം എപ്രകാരമാണ് ദൈവത്തെ വിശ്വസിക്കുന്ന പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പുതുക്കുവാൻ നാം തയ്യാറാകുമോ? ഹല്ലേലൂയ. നാം മറ്റുള്ളവരെ സ്നേഹിച്ച് ഹല്ലേലൂയ വഞ്ചനയും ഹല്ലേലൂയ ചതിയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിൽ ഹല്ലേലൂയ അതിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ? ഹല്ലേലൂയ. മനുഷ്യരെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നവരാകുക. പൂർണ്ണ ജയം തരുവാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കുവാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. സകലത്തിലും ജയം തരുവാൻ സർവശക്തൻ. ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ചവൻ, നമുക്ക് വേണ്ടി ഹല്ലേലൂയ സകലവും നൽകി തന്നവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി തരുന്നവൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുത്തൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന വിധത്തിൽ ഒരുക്കി തരുന്ന കർത്താവ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. കണ്ണുകൾ അടയ്ക്കാം. നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളുടെ അകത്ത് നിങ്ങളൊന്ന് ദൈവത്തെ വിളിക്കുവാൻ തയ്യാറാകുമ്പോൾ ആ ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, മനോഹരമായ നല്ല സന്ധ്യയുടെ യാമത്തിൽ അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്ന കർത്താവേ, ഹല്ലേലൂയ. വചനം കേട്ട ഓരോ മക്കളെ നീ അവിടുന്ന് സഹായിക്കണം. സകലത്തിലും ജയം പ്രാപിപ്പാനുള്ള കൃപ നൽകണം. അങ്ങയെ സ്നേഹിക്കുവാനുള്ള കൃപ നൽകണം കർത്താവേ. അങ്ങയുമായുള്ള സ്നേഹത്തിൽ നിന്ന് അകറ്റുന്ന സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ഓരോരുത്തരെയും വിടുവിക്കുമാറാണ്. അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകറ്റുന്ന ലോകത്തെ നിന്നും ജയം പ്രാപിപ്പാനുള്ള കൃപ ഓരോരുത്തർക്കും നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വലിയ ദൈവപ്രവൃത്തി ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടുമാറാകണം. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യത്തെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സമാധാനമില്ലാത്ത പ്രിയമുള്ളവർക്ക് സമാധാനത്താൽ, ദൈവിക സമാധാനത്താൽ നിറച്ചാട്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടഭാരങ്ങളായിരിക്കുന്നവർ, കടഭാരങ്ങൾ, ഞെരുക്കങ്ങൾ മാറുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അടഞ്ഞ വഴികൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഹല്ലേലൂയ. അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായ എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്തദാസിയെ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ അഡ്മിൻസ് സഹപ്രവർത്തകരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കണം. ദൈവപ്രവൃത്തിയാൽ നിറയ്ക്കണം. അടിയനെയും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാതെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ദൈവത്തെ സ്നേഹിക്കുക പ്രിയമുള്ളവരെ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിച്ച് മുന്നേറുവാൻ ഓരോരുത്തരെ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. അവസരമൊരുക്കി തന്ന ദൈവദാസിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.